നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഒരു രസം ആദ്യം പറയാം. ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ക്യാമറ വുമണാണ് കാക്കു എന്ന് പറഞ്ഞാൽ എഡിറ്ററാണല്ലോ ഇത് ഷൂട്ട് ചെയ്യണേ. ആരെയും ഈ ക്യാബിനകത്ത് നിർത്തില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് പറയാറ്. പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് AC ഒക്കെ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് മൈക്കൂരി കൊടുക്കും. അപ്പോൾ അതുപോലെ മൈക്കൂരി കൊടുക്കുമ്പോൾ അവിടെ എഡിറ്റിംഗ് സൂട്ടിൽ എൻ്റെ ഒരു പഴയ പരിചയക്കാരൻ ക്യാമറമാൻ ഇരിക്കുന്നു, കിഷോർ. അപ്പോൾ കിഷോർ ഈ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. ഇപ്പം മെലിഞ്ഞ് പെൻസിൽ ഉറ്റിയോലിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ഇപ്പോഴും പഴയ പോലെയാണോ? നന്നായോ? ഞാൻ നന്നായി. ഇവിടെ എന്താ, എൻ്റെ ഒരു മാമൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഞാനാണ് ഷൂട്ട് ചെയ്യണേ, അത് കാണാൻ വന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങട്ട് വീട്ടുകാർക്ക് സമാധാനമായി. എനിക്ക് വീടൊന്നുമില്ല, ഭാര്യയില്ല, അച്ഛയില്ല, അമ്മയില്ല, കുട്ടികളില്ല, എല്ലാവരും എന്നെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എഡിറ്റർ കാക്കു വന്ന് സ്റ്റുഡിയോയ്ക്കകത്തുനിന്ന് ക്യാമറ ഊരി അകത്ത് കൊണ്ടുവരായിരുന്നു. അവിടെ എഡിറ്റർ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആധികാരികമായി ആ ക്യാമറ എന്ന് പറഞ്ഞു, ഇയാളൊരു ക്യാമറമാനാണല്ലോ. കാക്കു ക്യാമറ എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ ക്യാമറ വാങ്ങി V-Finder കൂടെ നോക്കിയിട്ട് എവിടെ പിടിച്ചങ്ങ് ഞെക്കി. ഈ എപ്പിസോഡിൻ്റെ 46 മിനിറ്റ് സംസാരിച്ചത് ഒറ്റ ഞെക്കിൽ മാഞ്ഞുപോയി. കാക്കു പെട്ടെന്ന് ക്യാമറ പിടിച്ച് വാങ്ങിച്ച് നോക്കിയിട്ട്, അയ്യോ ഇത് നിങ്ങളെന്തിനാണ് ഇത് എറൈസ് കളഞ്ഞേ? ഞാൻ എറൈസ് ചെയ്തില്ലല്ലോ, നിങ്ങൾ ഈ ബട്ടണിലല്ലേ ഞെക്കി അത് മാഞ്ഞു പോവില്ലേ? ഈ കിഷോറിന് യാതൊരു കൂസലുമില്ല, അത് മൊത്തം മാഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ രണ്ടാമത് എടുക്കുകയാണ്. ഞാൻ പറയാൻ വന്നത്, ആടുകളെ ഇണ ചേർക്കുന്ന ഒരു വീട് എൻ്റെ വീട്ടിനടുത്തുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ ഇണ ചേർക്കലൊന്നുമില്ല. ഇപ്പോൾ ഒരു വീട്ടിലും ആടൊന്നുമില്ലല്ലോ, ആടും പശുവൊന്നും ഇല്ലല്ലോ. ഐശ്വര്യമുള്ളതായിരുന്നു ആടും പശുവൊക്കെ, പക്ഷെ ഒന്നുമില്ല. കാരണം ആടിനെ കെട്ടിയാൽ അതിന് കുഴ വേണമല്ലോ, പ്ലാവും കൊണ്ടേക്ക് വെട്ടിക്കൊടുക്കാൻ പ്ലാവുകളൊന്നുമില്ല, എല്ലാം വെട്ടിക്കളഞ്ഞില്ല. എന്നിട്ടിപ്പോൾ 1 കിലോ ചക്കച്ചുള 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന നാടാണല്ലോ നമ്മൾ. അല്ലെങ്കിൽ ഇവിടുത്തെ എവിടെയെങ്കിലും ചക്ക നിൽപ്പുണ്ടെങ്കിൽ ടെമ്പോ കൊണ്ടുവന്ന് ഒരു ടെമ്പോ നിറച്ച് ചക്ക കയറ്റി ഒരു ചക്കയ്ക്ക് 10 രൂപ വെച്ച് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ഈ ചക്കയെ തമിഴന്മാർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നാഗർകോവിലിൽ കൊണ്ടുപോയി വറ്റലാക്കും. എന്നിട്ട് അതിന് 380-400 രൂപയിട്ട് മലയാളിക്ക് തന്നെ വിൽക്കും. അത്ര മണ്ടന്മാരാണ്, അലസന്മാരാണ് മലയാളികൾ. അപ്പോൾ ഈ ആടിനെ ഇണ ചേർക്കുന്നതൊന്നും ഇപ്പോൾ ഇല്ല പണ്ടത്തെ പോലെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിനടുത്ത് പണ്ടുണ്ടായിരുന്നു. അവിടെ ഈ ഇണ ചേർക്കുന്ന ആടിനെ വളർത്തുന്നോണം കാണാൻ. മക്കളെ വളർത്തുന്നതിനേക്കാളും സൂക്ഷിച്ചാണ് വളർത്തുന്നത്. പരുത്തിക്കുരു, പുളിങ്കുരു പൊടി, എള്ളും പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, മുട്ട, മീറ ഒക്കെ ഇട്ട് ആണ് അതിന് ഫുഡ് ഉണ്ടാക്കുന്നത്. 2 കയർ കെട്ടി 2 തെങ്ങും കുറ്റിയിൽ കെട്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അത്രയും ബലവാനാണ്, കുതിരയോളം ശക്തിയുള്ള ബലവാനാണ്. നമ്മളൊക്കെ ചെന്നാൽ ഒരു ഇടിയിടിച്ചെന്നാൽ പൊപ്പടായി പോകും നമ്മൾ. അപ്പോൾ അവിടെ ഒരു ദിവസം 10-15 ആടുകളെ ഇണ ചേർക്കാൻ കൊണ്ടുവരും. ഏറ്റവും ചുരുങ്ങിയത് 10 എണ്ണത്തിന്. ഒരു ആടിനെ ഇണ ചേർക്കുന്നതിന് അന്നത്തെ കാലത്ത് ഞാൻ 10-ലോ 8-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് 30 രൂപയാണ്. അതാണ് ആ വീടിൻ്റെ വരുമാനം. അപ്പോൾ ആ അണ്ണൻ നമ്മളൊക്കെ സൗഹൃദമുള്ളതുകൊണ്ട് നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കും ഇണ ചേർക്കണത്. അപ്പോൾ ഇതിനിങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ ദൂരേന്ന് വയൽ വരമ്പിലൂടെ ഒരാടിനെയും പിടിച്ച് അല്ലെങ്കിൽ 2 ആടിനെയും പിടിച്ചൊരു വീട്ടുകാരൻ വരുന്നത് കാണുമ്പോൾ ഈ ആടിൻ്റെ ഒരു വിപ്രാളം കാണാൻ ഇങ്ങനെ അടങ്ങാത്ത ദാഹമായിട്ട് നിൽക്കണമെന്ന് കാണാൻ വന്നു. ഇണ ചേർത്ത് 2 ആടിനും കൊണ്ട് 60 രൂപ കൊടുക്കും പോകും. ഇങ്ങനെ ദിവസം 10 എണ്ണത്തിന് 15 എണ്ണത്തിനെയാണ് ഇണ ചേർക്കുന്നത്. ഇതൊരു 4-5 മാസം കഴിയുമ്പോഴേ ഈ ആടിന് മടുക്കും. അപ്പോൾ അവൻ മടുത്ത് അവൻ ഒരു പരുവമായി, അവനിതൊന്നും വേണ്ട എന്നായി. അത്രയ്ക്കും ഓവർലോഡായിപ്പോയി. അപ്പോൾ ദൂരിൽ നിന്ന് അതാ ഒരു ആട് വരികയാണ്, കറുത്ത ആടിനെയും കൊണ്ട് ഒരാൾ വരികയാണ്. അപ്പോൾ ഈ ആടിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കണേ. അതായത് പുല്ല് മെനക്കെടുത്താൻ വരണം എന്നുള്ള രീതിയിൽ. സത്യമായിട്ട് ഞാൻ പറയുക, അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെയാണ്. ഉറങ്ങാൻ സമ്മതിക്കില്ല, കിടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ്. അത് മനുഷ്യർക്കും അത് ബാധകമാകേണ്ടതല്ലേ. തിരുവനന്തപുരത്തുനിന്ന് മദ്രാസിൽ പോയി പ്രൊഡക്ഷനിലൊക്കെ ജോലി ചെയ്ത് സംവിധായകനായി വലിയ സിനിമകൾ, മൾട്ടിസ്റ്റാർ സിനിമകൾ വരെ എടുത്ത ഒരു വിവരദോഷി സംവിധായകൻ അവസാന കാലത്ത് എറണാകുളത്താണ് താമസിച്ചത്.
അയാൾ പള്ളിക്കുടത്തിലൊന്നും പോയിട്ടില്ല. അയാൾ അമ്മയ്ക്ക് കള്ളവാറ്റം എന്തായിരുന്നു, ചാരായ വാറ്റം എന്തായിരുന്നു. അയാൾ ഈ ജോണി ലൂക്കോസ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു നടനോട് 3000 പേരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയുന്നത് 6000-ന് മുകളിൽ പറയുന്നൊക്കെ പറഞ്ഞില്ല അഭിമാനത്തോടെ. അതിനേക്കാളും മുകളിലാണ് ഈ സംവിധായകൻ സ്ത്രീ വിഷയത്തിൽ. വിവരം കെട്ടവൻ. അത് 10 വയസ്സുകാരിയെ കണ്ടാലും 80 വയസ്സുകാരിയെ കണ്ടാലും പെണ്ണായിരുന്നാൽ മതി. അതുപോലെ കോഴിക്കോട്ടൊരുത്തൻ ഒരു ഹോട്ടലിലെ ഒരു സൂട്ട് റൂമിൽ താമസിക്കുക. ആ സൂട്ട് റൂമിൻ്റെ കതക അലമാര എന്തോ തുറന്നാൽ അടുത്ത റൂമിലേക്ക് പോകാം. അവിടെ ആ റൂമിലേക്ക് അമ്മയെയും മകളെയൊക്കെ കയറ്റും. എന്നിട്ട് ഈ റൂമിൽ ഇരുന്നിട്ട് ഇയാൾ പതുക്കെ അകത്തുള്ള റൂം തുറന്ന് അപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് ഒന്നും അറിയാത്ത മര്യാദരാമനെ പോലെ ഇപ്പുറത്ത് വന്നിരിക്കുമായിരുന്നു വർഷങ്ങളോളം. അയാൾ മലയാള സിനിമയുടെ രാജാവായിരുന്ന കാലത്തോളം അതായിരുന്നു ജോലി. എത്ര പേരുടെ കണ്ണീരിൻ്റെ ശാപം ഉണ്ടെന്നറിയാം. സാർ, എൻ്റെ മകൾക്കൊരു ചാൻസ് കൊടുക്കൂ, ഞാൻ താങ്കൾ പറയുന്നത് എന്തു വേണോ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ തള്ളയും ചെയ്യും മോളയും ചെയ്യും. മനസ്സിലായോ? അതിൻ്റെയൊക്കെ ശാപമാണ്. അവസാന കാലത്ത് ശരിക്കും കഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ആ പുല്ലനും കഷ്ടപ്പെട്ടു. ഇതുപോലെ സിനിമയിൽ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ, കുറേ എണ്ണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെർലാൻഡ് സ്റ്റുഡിയോക്കാർ നിർമ്മിച്ച ഒരു ദൈവ സീരിയലിൽ എനിക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ച് അഭിനയിക്കാൻ വന്നു കോഴിക്കോട്ട് നിന്ന്. കാമവെറിയൻ എന്ന് പറയാവുന്ന ഒരുത്തനാണ് സംവിധായകൻ. ഈ കുട്ടിക്ക് കാഴ്ചയ്ക്ക് അല്പം പ്രോബ്ലം ഉണ്ട്. ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മെർലാൻഡിൻ്റെ സ്റ്റുഡിയോയ്ക്ക് ഫ്ലോറിനകത്തല്ലേ പാക്കപ്പ് എന്ന് പറഞ്ഞത് ലൈറ്റ് ഓഫായി. കാരണം ലൈറ്റുകളൊന്നും ഊരണ്ട, അവിടെ തന്നെ വെച്ചിട്ട് പോയാൽ മതില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ജോലി ചെയ്യുന്നവർ വേഗം വീട്ടിൽ പോകാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത സമയം കൊണ്ട്, പാക്കപ്പ് എന്ന് പറയുന്ന സമയം കൊണ്ട് ഈ സംവിധായകൻ എന്ത് ചെയ്യുന്നറിയാം, എവളെ പൂണ്ടടങ്ങും പിടിച്ച് എവിടെയൊക്കെ ഉമ്മ വച്ചു. അവൾ അലറി വിളിച്ചുകൊണ്ട്, കാഴ്ചയില്ല ഒന്നാമത്, അതിൽ കൂടെ ഇരുട്ടും കൂടെ ആയതുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി വഴി കണ്ട ലൈറ്റുകൾ മുഴുവൻ തട്ടിയിട്ട് ഉടച്ച് കാണുന്നവൻ്റെയൊക്കെ നെഞ്ചിലിടിച്ച് ഇവൾ മുറ്റത്തേക്ക് ചാടി. പെട്ടെന്ന് ലൈറ്റ് കത്തിയപ്പോൾ അണ്ടി കളഞ്ഞ അണ്ണനെ പോലെ ഈ ഇരപ്പാളി നിൽക്കുക, അലവലാതി ഉമ്മൻ കൊടുത്തോ നിൽക്കുക. വീട്ടിലൊരുത്തി കാത്തിരിക്കുകയാണേ. അത് പോരാ, സീരിയൽ പാക്കപ്പ് ആകുമ്പോൾ ഫ്ലോറിൽ ഇട്ട് ഉമ്മ വയ്ക്കണമെങ്കിൽ അവൻ എത്ര അലവലാതി എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സീരിയലിൽ തന്നെ വേറൊരു നടി അഭിനയിക്കുന്നു, മമ്മൂട്ടിയുടെ നായികയായിരുന്നൊരു നടി. അവരോട് ഇവൻ എന്നും കേൾക്കും, ഇന്നത്തെ ഡിന്നർ നമ്മൾ ഒന്നിച്ചേ എന്ന് പറയും. അപ്പോൾ ഇവന് തിരുവനന്തപുരത്ത് വീടുണ്ടെങ്കിലും അവൻ പോകില്ല. മണപ്പിച്ച് യാട് നടക്കുമ്പോൾ നടക്കും. അങ്ങനെ കുറേ ദിവസം ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചാൽ ഇന്ന് ഇയാളെ കൂടെ ഡിന്നറിന് പോകാം. ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് അമ്മയും കൊണ്ട് കൗണ്ടറിൽ വന്ന് നിന്നപ്പോൾ ഇയാൾ ഇറങ്ങി വരികയാണ്. എന്താ ഇവിടെ? അല്ല പോകണ്ടേ ഡിന്നറിന്? സാർ പറഞ്ഞിരുന്നു. ഡിന്നറെന്ന് പറഞ്ഞതേ നിങ്ങൾക്കുള്ള ഫുഡ് എൻ്റെ ഫുഡും കൂടെ എൻ്റെ റൂമിൽ ഇരുന്ന് കഴിക്കാൻ, എന്നിട്ട് നാളെ രാവിലെ പോകാമെന്നാണ് ഇയാൾ വിചാരിച്ചത്. മനസ്സിലായോ? അവർ നേരെ അമ്മയ്ക്ക് പരാതി കൊടുത്തു. അമ്മ അതെടുത്ത് ഫെഫ്കയ്ക്ക് വന്നു. ഫെഫ്കയിൽ ഇയാളെ വിളിച്ചു വരുത്തി. നാണം കെട്ട നാറിയുന്ന 21 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരിരിക്കുന്ന അയാളുടെ മകൻ്റെ പ്രായമുള്ളവർ മുതൽ അയാളെ സമപ്രായക്കാരടക്കം സീനിയറായ ആൾക്കാർക്ക് അടക്കം 21 പേരുടെ ഇടയിലിട്ട് ഇയാളെ നാറ്റി. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞു ഞാൻ. അതാണ് അയാൾക്ക് എന്നെ ഇപ്പോൾ എന്നെ കണ്ട മുഖത്ത് നോക്കില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് എന്തോ ഒരു പ്രകടനം ഇപ്പോൾ അവിടെ ഇരിക്കുന്നു. എനിക്ക് കാണുമ്പോൾ അയാളെ അടുത്തിരിക്കാൻ പേടിയാണ്. കാരണം എയ്ഡ്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ കുറേ അലവലാദികൾ മലയാള സിനിമയിലുണ്ട്. എത്ര പെണ്ണുങ്ങളെ കിട്ടിയാലും മതി വരാത്ത നാറികൾ. WCC അല്ല, ഇനി എന്ത് കുന്തം വിചാരിച്ചാലും അതൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ ദൈവസഹായിച്ച് ഇവനൊന്നും ഇപ്പോൾ വർക്കില്ല, സീരിയലും ഇല്ല, സിനിമയില്ല. ഇത്ര ആമുഖമായി പറയുന്നുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നു, ആടിൻ്റെ മനുഷ്യന് മാത്രം എന്താണ് ഈ നിരാശ വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്.
ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയം. അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന എനിക്ക് എങ്ങനെ അറിയാം? അവര് പറഞ്ഞിരിക്കുന്ന 112 BJP-കാരിയാണ്, LDF കാരനാണ്. അല്ല, ഈ സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞത് വട്ടുമൂർത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ, അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്, ഞാനൊരു നല്ല MLA ആണ്, ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ, ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ, ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ അടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും, ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയും അവരെ വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. ഈ സഹോദരിമാരോടുള്ളിടത്തോളം ഞാൻ എന്നെ തോപ്പി ഞാൻ പോയില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. കാര്യം മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നാന്നോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. കൊള്ളാലോ, എളുപ്പമാണ്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്ക്, ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അവർ പീപ്പ് ചെയ്തിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. നമസ്കാരം. TV സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, ഒരു മീറ്റിംഗ്, അടിയന്തര എന്തോ ഒരു വിഷയത്തിൻ്റെ മീറ്റിംഗ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു ഹാളുണ്ട്, ആ ഹാളിൽ നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൽ ആത്മയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഗണേശനും ഉണ്ട്. അതിൽ പല പല വിവാദങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയി ശരിക്കും വിവാദ കലുഷിതമായി ആ ബോഡി, ജനറൽ ബോഡി. വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടന്നു. അന്നൊക്കെ എന്തിലും കയറി പിടിച്ച് വിവാദ കലുഷിതമാക്കുന്ന ഒരാളായിരുന്നു ഞാൻ, അതുപോലെ തന്നെ ഡോക്ടർ ജനാർദ്ദനും. അന്നും ഞാൻ ഏതിലൊക്കെയോ കയറി പിടിച്ചു. പൂജപ്പൻ രാധാകൃഷ്ണനുമായിട്ട് എന്തോ ഉടക്കുണ്ടാക്കി. വിവാദമായെന്ന് പറയണ്ടല്ലോ. ചർച്ചകളൊക്കെ കഴിഞ്ഞു, യോഗം പിരിഞ്ഞു. രാത്രി ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ 4 എണ്ണം വീശിയാലേ 2 ചപ്പാത്തി ഇറങ്ങുമെന്ന് വാശിയുള്ളവരാണല്ലോ ഈ സിനിമയിലും സീരിയലിലൊക്കെ ഉള്ളവർ. അവർക്ക് വേണ്ടി മദ്യവും തയ്യാറാക്കിയിട്ടുണ്ട്. മദ്യം ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ? വെജിറ്റബിൾ സലാഡോ ചപ്പാത്തിയോ വെജിറ്റബിൾ കുറുമയോ എന്തൊക്കെ കുറച്ച് ഒരു പ്ലേറ്റിലെടുത്ത് ഞാനൊരറ്റത്ത് ഒതുങ്ങിയിരുന്ന് കഴിക്കുകയായിരുന്നു. എതിർവശത്ത് ഡോക്ടർ ജനാർദ്ദനും ഈ വഴിയിലാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നിൽ നമ്മുടെ പ്രശസ്ത നിർമ്മാതാവായ ഷീമു സുണിത്താൻ കടന്നു വന്നു. അദ്ദേഹം എൻ്റെ പ്ലേറ്റിലും എൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് പരസ്യമായി പറഞ്ഞു, ക്ഷോഭമുണ്ടാക്കാവുന്ന, വികാരം കൊള്ളാവുന്ന, വൈരാഗ്യം തോന്നിക്കാവുന്ന ഒന്നും ദിനേശിൻ്റെ ഈ പ്ലേറ്റിലില്ല, മദ്യപാനവും ഇല്ല. എന്നിട്ടാണ് ഇവിടെ എടുത്ത് മറിക്കുന്നത്. അതൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ദിനേശും ഈ ജനാർദ്ദനും കൂടി ഇവിടെ എന്താക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ചിരിച്ചു. മദ്യപിക്കാത്ത, നോൺ കഴിക്കാത്തവന്മാർ ഇത്രയും വിവാദം ഉണ്ടാക്കുമെങ്കിൽ അവന്മാർ രണ്ടും വെള്ളം അടിച്ചിരുന്നെങ്കിലുള്ള ഗതി എന്തായിരിക്കും എന്നാണ് ഉണ്ണിത്താൻ ചോദിച്ചത്. ഇത്തരം കമൻറ്റുകൾ പലയിടത്തു നിന്നും വന്നു. ഒരു വലിയ പരാതി ഞാൻ CB മലയിലെ കമൽ, സിദ്ദിഖ്, B ഉണ്ണികൃഷ്ണൻ എന്നിവരോട് അവതരിപ്പിച്ചപ്പോൾ, ഞാനന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ FFKയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ ഇവർ 4 പേരോട് ഞാൻ ഈ വിവരം പറഞ്ഞു. ഒരു റൂമൊക്കെ തയ്ക്കുന്നൊരു തെമ്മാടി തിരുവനന്തപുരത്തുണ്ടല്ലോ, സംവിധായകൻ എന്ന് പറഞ്ഞ് നടക്കണേ, കതറൊക്കെ ഇട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, വിശദമായി ഒരു പരാതി എഴുതി ദിനേശേ. വീട്ടിലിരിക്കുന്നവരെ പറയുന്ന ആ വിവരദോഷിയെ നാളെ FFK ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും പുറത്താക്കിയിട്ട് മതി ജനറൽ ബോഡി
എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ നിന്നും ഞാൻ വിശദമായ ഒരു പരാതി എഴുതി കൊടുത്തു. അവരത് 4 പേരും വായിച്ച് അപ്പുറം ചെയ്തു. ഇത് മതി ദിനേശ, പുറത്താക്കാനുള്ള എല്ലാ വിഷയവും ഇതിലുണ്ടല്ലോ. രാവിലെ യോഗം തുടങ്ങിയപ്പോൾ ഈ പരാതി തുടക്കത്തിലെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാന ഇനമാക്കി മാറ്റി. ഞാനന്ന് ആ കമ്മിറ്റിയിലുണ്ട്, ഭരണസമിതിയിലുണ്ട്. എന്നിട്ട് അവസാനം ഇത് അവതരിപ്പിക്കാൻ എന്നെ സിദ്ദിഖ് ക്ഷണിച്ചത് ഇനി വെടിക്കെട്ട് ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കൂടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സിനിമ എടുക്കാനായി ഭാര്യയെ കൂട്ടിക്കൊടുത്തായാലും വേണ്ടില്ല, ചിലർക്ക് ഇവിടെ സിനിമ എടുത്താൽ മതി എന്ന് ബിഗും റോസ് പൗഡറും കണ്ണുമൊക്കെ ഉരുട്ടി ഒരു മഹാൻ പ്രസംഗിച്ചതിലാണല്ലോ ഒരു സംഘടന തന്നെ ഇല്ലാതായത്. അന്ന് അത് വലിയ വിവാദമാവുകയും സിദ്ദിഖ് എണീറ്റ് ചോദിച്ചു, എൻ്റെ സിനിമയിലാണ് അടുത്ത് ദിലീപ് അഭിനയിക്കേണ്ടത്, ഈ സമരത്തിനെതിരെ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ സംസാരിച്ചത്, ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മഹാനായ മാന്യനായ ഈ വിഗും റോസ് പൗഡറുകാരൻ സിദ്ദിഖ് നിങ്ങളല്ല. അപ്പോൾ എന്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന GS വിജയൻ അഴിച്ചു. വിജയേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? വിജയ് അവിടെ ഇരിക്കും, വിജയനൊന്നുമല്ല. മൂന്നാമതായി ഹതഭാഗ്യനായി ഞാൻ എണീറ്റു. എൻ്റെ സിനിമയുടെ സ്വിച്ച് ഓണിന് പോലും ഞാൻ എൻ്റെ ഭാര്യയെ പാലായിൽ കൊണ്ടുപോയിട്ടില്ല. താങ്കൾ ഉദ്ദേശിച്ചത് എന്നെയാണോ എന്ന് വെച്ചോ, താങ്കൾ നിന്നെ ഉദ്ദേശിച്ചൊന്നും ആരോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഇയാൾ ഭയങ്കര ചാട്ടം ചാടുന്നതിനല്ല ആരോ എൻ്റെ ഉടുപ്പിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ഇരിയടാ അവിടെ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ശശി പെരുമാനൂർ എന്ന് പറഞ്ഞു, ഇപ്പോൾ മരിച്ചുപോയി, ഒരു കലാസംവിധായകനാണ്. ഈ പറയുന്ന മര്യാദ രാമൻ്റെ ചെലവിൽ ജീവിക്കുന്നവനാണ്. മദ്യവും എല്ലാം വാങ്ങിക്കൊടുക്കും ഇഷ്ടം പോലെ, ചാവേറായിട്ട് നിന്നാൽ മതി. എന്നെ പിടിച്ച് കോളറിൽ വലിച്ചിരുത്തുമ്പോൾ പടാന്നൊരു ശബ്ദം കിട്ടി. ഞാൻ നോക്കുമ്പോൾ രഞ്ജി പണിക്കർ ദിഗന്ധം പൊട്ടുമാറ് ശശി പെരുമാനൂരിൻ്റെ ചെകിട്ടത്തൊരൊറ്റ അടിയടിച്ചു കൊടുത്തു. ആകെ അലുമ്പായി യോഗം. ആ അലുമ്പത്തനത്തിനിടയിൽ നിന്നുകൊണ്ട് സിദ്ദിഖ് എന്നോട് ചോദിച്ചു, ദിനേശ് ഇനി ഇവിടെ നിന്ന് നാറണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ സിദ്ദിഖ് മുന്നിലും GS വിജയൻ നടുക്കും പുറകിൽ ഞാനും പോകുമ്പോൾ മലയാള സിനിമയുടെ എന്താ പറയുക ഉച്ചസ്ഥായിയിൽ ഇരിക്കുന്ന കിഴങ്ങന്മാരെല്ലാം അവിടെ നിരന്നിരിക്കുക. ഒറ്റ എണ്ണ അനങ്ങിയില്ല. കാരണം അന്ന് ഇയാളെ പേടിയാണ്, ഈ വിഗോയ്ക്കുന്നവനെ പേടിയാണ്. അവൻ തീർത്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ച്. നമ്മളെ പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഞങ്ങൾ 3 പേര് ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ ഫെഫ്കയിലുള്ള പലരും കൂവുകയായിരുന്നു ഞങ്ങൾക്കെതിരെ. അന്ന് ഫെഫ്കയുടെ അല്ല ഈ പറയുന്ന ഈ വിഗോച്ച നേതാവിൻ്റെ സ്റ്റെപ്പിനിയായി നടക്കുകയായിരുന്നു ഇന്നത്തെ ഫെഫ്കയുടെ നേതാവ്. അതാണ് രസം. അവനൊക്കെ അവിടെ നിൽക്കുകയായിരുന്നു, ഇറങ്ങിയൊന്നും പോയില്ല. എന്നിട്ട് ഈ പറഞ്ഞ സംഘടനയെ പൊളിച്ച് ഞങ്ങൾ ഫെഫ്ക ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ നേതാവായി, ഒരു എളുപ്പമില്ലാതെ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു കേസ് വരും. അപ്പോൾ ഇങ്ങനെ അടുത്ത വെടിക്കെട്ട് ആരംഭിക്കാമെന്ന് പറഞ്ഞതും രഞ്ജി പണിക്കർ ഒരു ആവശ്യമില്ലാതെ എണീറ്റ് പറഞ്ഞു, ഈ പരാതി ഇവിടെ എടുക്കില്ല, ദിനേശ് കോടതിയിൽ പോകണം എന്നായി അദ്ദേഹത്തിൻ്റെ ആജ്ഞ. സിനിമാക്കാരുടെ വീടുകളിൽ ഉമ്മക്കത്തയക്കുക, പാതിരാത്രി വിളിച്ച് വീട്ടുകാരോട് താന്തോന്നിത്തരം പറയുക, വീടിൻ്റെ ഗേറ്റിൽ അശ്ലീലം കലർന്ന പോസ്റ്റർ ഒട്ടിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കലാകാരന് വേണ്ട സദ്ഗുണങ്ങളുള്ളവനെ പണിക്കർ അടക്കം അന്ന് സപ്പോർട്ട് ചെയ്തു. ജനറൽ ബോഡിയിൽ പങ്കെടുത്ത വീരശൂര പരാക്രമികൾ ഒരെണ്ണം മിണ്ടിയില്ല, എല്ലാം വായില്ല കുന്നിലപ്പന്മാരെ പോലെ മിണ്ടാതിരുന്നു. വമ്പന്മാർ. തലേ ദിവസം YMCAയിലെ എൻ്റെ മുറിയിൽ വന്ന് ഫിഫ്ക ഓഫീസിൽ വെച്ച് എന്നെ കൊണ്ട് എഴുതിച്ച് വായിച്ച് അപ്രൂവൽ ചെയ്തത് പോരാഞ്ഞിട്ട് രാത്രി എൻ്റെ മുറിയിൽ വന്ന് ഉണ്ണികൃഷ്ണൻ, നാളെ രാവിലെ ആ റാസ്കലിനെ പുറത്താക്കും നമ്മൾ, പിന്നെ മതി ജനറൽ ബോഡി എന്ന് പറഞ്ഞാണ് രാത്രി യാത്ര പറഞ്ഞു പോയത്. പണിക്കർ തുള്ളുമ്പോൾ ഈ പറഞ്ഞ സിബിമലയിലും കമലും സിദ്ദിഖും ഉണ്ണികൃഷ്ണനും ഒക്കെ തലയും കുനിച്ചുമുണ്ടാതിരുന്നു. എന്തിനാണ് അവർ എന്നെ ഇങ്ങനെ ചതിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടിയുള്ള ഒരു ഭരണസമിതിയാണ് ആ ജനറൽ ബോഡി നടത്തുന്നത്. താനവിടെ ഇരിക്കണോ എന്ന് പണിക്കരോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ജനറൽ ബോഡി അലങ്കോലമായനെ. കാരണം പണിക്കരുടെ പക്ഷത്തും ഒരു കൂട്ടം വരും, എൻ്റെ പക്ഷത്തും കുറച്ച് പേര് വരും. അപ്പോൾ അത് ജനറൽ ബോഡി അലുമ്പാവും. ചിലപ്പോൾ പണിക്കർ തന്നെ ആ ജനറൽ ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. രണ്ടും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൂടി വേർത്തുണ്ടാക്കിയ സംഘടനയ്ക്ക് അത് ചിലപ്പോൾ ദോഷമാകാം. ഒരിക്കലും ഞാൻ ഫെഫ്കയ്ക്കെതിരെ അത് ചെയ്യില്ല. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ടവനാണ് ഞാൻ ഫെഫ്കയ്ക്ക് വേണ്ടി. 18ഓളം ദിവസം BTHൽ പോയി കിടന്നവനാണ് ഞാൻ അതുണ്ടാക്കാനായിട്ട്. ഡയസിൽ നിന്ന് 2 മിനിറ്റ് സംസാരിക്കാനുള്ള പെർമിഷൻ ഞാൻ വാങ്ങി. എന്നിട്ട് 30 സെക്കൻഡിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചു. ഈ സംഘടന
എന്നെ അല്ല, ഊമക്കത്തെഴുതുന്ന തെമ്മാടിയെയാണ് ആവശ്യം ഈ സംഘടനയ്ക്കെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വയം ആജീവനാന്തം രാജിവെച്ച് ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പോകും വഴി അതുവരെ ഞാൻ പണിക്കരേട്ട എന്ന് ബഹുമാനത്തോടെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന, അവിടെ ഇരിക്കുന്ന ആർക്കും പരിചയമില്ലാത്ത കാലത്ത് ചിത്രഭൂമിയുടെ ലേഖകനായിരുന്ന കാലം മുതൽ പരിചയമുള്ള ഞാൻ പണിക്കരേട്ടൻ്റെ മുന്നിൽ നിന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മമ്മൂട്ടിയൊക്കെ വിളിക്കുമ്പോൾ പണിക്കരേ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും പ്രശ്നമില്ലാത്ത ഹൃദയമില്ലാത്തവൻ ആയതിനാൽ ആയിരിക്കണം നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചത് കോടതിയിൽ പോകാൻ. ഞാൻ അത്തരക്കാരനല്ല കേട്ടോ പണിക്കരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി താഴെ പോയി എൻ്റെ റൂമിലിരുന്ന് പെട്ടിയെടുത്തേക്ക് പോകുന്നു. പിന്നെ ഇതുവരെ ഫെഫ്ക ഡയറക്ടേഴ്സിൻ്റെ എന്നല്ല, ഫെഫ്കയുടെ ഒരു ഫംഗ്ഷനും ഞാൻ കാലെടുത്ത് കുത്തിയിട്ടില്ല. 3 വെള്ളിയാഴ്ച തികയുന്നതിന് മുമ്പ് ബി ഉണ്ണികൃഷ്ണൻ ഈ ഊമക്കത്തുകാരനെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ അലവലാതിയെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി ഉണ്ണികൃഷ്ണൻ. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ദിനേശിനോട് ചെയ്തത് വളരെ മോശമായിപ്പോയി. അതുപോട്ടെ, ആ ഊമക്കത്തെഴുത്തുകാരനെ കമ്മിറ്റിയിലെടുത്തത് നാണം കെട്ട പണിയായിപ്പോയി എന്ന് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞവരോട് അയാൾ പറഞ്ഞ മറുപടി, എനിക്കെൻ്റെ സേഫ് വശം നോക്കണ്ടേ എന്നായിരുന്നു. അയാളുടെ സേഫ് വശം നോക്കി. കാരണം എൻ്റെ വീട്ടിൽ ഊമക്കത്ത് വരരുത്, എൻ്റെ വീട്ടിൽ പാതിരാത്രി ഫോൺ ചെയ്ത് അനാവശ്യം പറയരുത്, എൻ്റെ ഗേറ്റിൽ പോസ്റ്റർ ഒട്ടിക്കരുത്. എനിക്ക് അതേ അറിയേണ്ട കാര്യമുള്ളൂ. എനിക്ക് ദിനേശിൻ്റെ ഒന്നും കാര്യം അറിയേണ്ട കാര്യമില്ല. ഞാൻ അവനെ വൈസ് പ്രസിഡൻ്റ് എന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ വേണമെങ്കിൽ ആക്കും എന്നാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാതെ വയ്യ. എൻ്റെ അമ്മ ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് മരിച്ചത്. ഞാനിന്ന് താമസിക്കുന്നതിൻ്റെ ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസ്. അവിടെ കമലാണ് അന്ന് ചെയർമാൻ, സിബി എക്സിക്യൂട്ടീവ്. എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ പി ശ്രീകുമാരേട്ടൻ എൻ്റെ അമ്മ മരിച്ച വിവരം ഇവരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങളറിഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. സിബിയെ മാക്ട ചെയർമാനാക്കാനായി ഞാൻ ഒഴുക്കിയ വേർപ്പ്, ഞാൻ ചെലവിട്ട പണം. തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് വന്നിട്ട് പോകാൻ നേരത്ത് ഗീത് ഹോട്ടലിൽ വെച്ച് 50 രൂപയുടെ ഒരു കെട്ട് നോട്ടെടുത്ത് എനിക്ക് തന്നു, 5000 രൂപ. ദിനേശേ, ഇതിൻ്റെ 10 ഇരട്ടി ദിനേശ് ചിലപ്പം ചിലവാക്കിയിരിക്കും, തൽക്കാലം ഇതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, അത് സാറിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഞാനത് സംഘടനയ്ക്ക് വേണ്ടി ചിലവാക്കിയതാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചില്ല. കമൽ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ വെള്ളായണിയിലടക്കം ഒരു ലൊക്കേഷൻ മാനേജറെ പോലെ ജോലി ചെയ്തവനാണ് ഞാൻ. കാരണം ക്യാമറമാൻ വേണമെന്ന് ഒരു ലൊക്കേഷനും ഇഷ്ടപ്പെടില്ല. ഇത് മറ്റേ പടത്തിലുള്ള, ഇത് ഈ പടത്തിലുള്ള, അത് കിരീടത്തിലുള്ള എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്യാമറ വയ്ക്കാത്ത സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയി ലൊക്കേഷൻ മാനേജറെ പോലെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കമൽ മറന്നുപോയി കാണും. എല്ലാ ദിവസവും രാവിലെ എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് ഈ എന്താ പറയുക, ബോഞ്ചിക്കായ എന്ന് തിരുവനന്തപുരത്ത് പറയും, ആ കാ പടർത്തി വിട്ടിട്ടുണ്ട്. അതിൽ 100 കണക്കിന് പഴം കിട്ടും. അത് കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് കൊടുക്കുമായിരുന്നു സിന്ധു. അതൊക്കെ വാങ്ങിക്കഴിച്ച് സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു കമൽ. 1 രൂപയോ ഒരു ചായയോ ഞാൻ കമലിൻ്റെ നിന്ന് സെല്ലോയിഡിൽ വർക്ക് ചെയ്തതിന് വാങ്ങിച്ചിട്ടില്ല. വിഗും റോസ് പൗഡറും അടിച്ച് മര്യാദ രാമനായി അഭിനയിക്കുന്ന മഹാൻ്റെ നേതൃത്വത്തിലുള്ള പാനലും കെ മധുവിൻ്റെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിൽ മാക്ട ഫെഡറേഷൻ എന്ന ട്രേഡ് യൂണിയൻ സംഘടനയിൽ മത്സരിച്ചപ്പോൾ 58ഓളം കള്ള വോട്ടുകൾ ചെയ്ത്, ജനറൽ സെക്രട്ടറി ആയിരുന്ന തമ്പി കണ്ണന്താനം പോലും അറിയാതെ 58 കള്ള വോട്ടുകൾ ചേർത്ത് ആ വോട്ട് വെച്ച് ഈ മര്യാദരാമൻ ജയിച്ചു, കമൽ തോറ്റു. ഞാനടക്കം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഫലമറിഞ്ഞ ആ സന്ധ്യയ്ക്ക് തോറ്റ കമൽ എന്നെ കൂട്ടി പുറത്തേക്ക് പോയി. മത്സരിക്കരുതെന്ന് ഭാര്യ പറഞ്ഞതാണ്. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ദിനേശ് എന്ന് പറഞ്ഞ് അദ്ദേഹം പതറിയപ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചവനാണ് ഞാൻ. എൻ്റെ അമ്മ മരിച്ചിട്ട് അവർ വരണ്ട, ഒന്ന് ഫോണിൽ വിളിക്കാനുള്ള മര്യാദ പോലും കാട്ടിയില്ല. എന്നാൽ ഞാൻ മോശം വർത്തമാനം പറഞ്ഞ ഇറങ്ങിപ്പോയ എന്നെ രഞ്ജി പണിക്കർ വിളിച്ചു. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അത് മറക്കില്ല. ഞാൻ മോശം പണിക്കരെ എന്നൊക്കെ വിളിച്ചിട്ടല്ലേ സംസാരിച്ചിട്ട് പോയേ. ദിനേശേ, ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നിന്നെ കണ്ടോളാം. ഒരു മരണ വീട്ടിൽ 16 ദിവസത്തെ ചിലവ് എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
നിനക്കാണെങ്കിൽ പടവും ഇല്ല, സീരിയലും ഇല്ല, ഒന്നുമില്ലാതെ കുറേ കാലമായി നിൽക്കുന്ന നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ ഒന്ന് അയക്കി, ഞാൻ കുറച്ച് കാശിടാം എന്ന് പറയാനുള്ള മനസ്സ് ആ വലിയ മനുഷ്യൻ കാണിച്ചു. അങ്ങനെ ചോദിച്ച ആ വലിയ മനസ്സിന് നന്ദി പറഞ്ഞ് ഞാൻ ഫോൺ വച്ചു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും. തികട്ടി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ ക്യാമറ മുമ്പ് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഓർത്തത് 2 ദിവസം മുമ്പ് നമ്മുടെ ഗണേശൻ ഒരു പൊല്ലാപ്പി ചെന്ന് വീണത് നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ. മാതൃഭൂമിയൊക്കെ അടിച്ച ഹെഡിങ് കണ്ടാൽ ഞെട്ടിപ്പോവും. മന്ത്രി വീണു, മന്ത്രി പുറത്തേക്ക്, മന്ത്രി താഴേക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ ഹെഡിങ്ങൊക്കെ അടിച്ചു. അടിച്ചത് മിച്ച. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണ് പണ്ടുള്ളവർ പറയാറ്. പക്ഷേ ഗണേശൻ അങ്ങനെ പേടിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വീണ്ടും ഈ പുതിയ കേസിലൂടെ തെളിഞ്ഞത്. ആദ്യ സിനിമ KG ജോർജിൻ്റെ ഇരകൾ സുകുമാരൻ നിർമ്മിച്ച, അത് കഴിഞ്ഞ ശേഷം ഒരു പൊല്ലാപ്പ് ഗണേശൻ്റെ പേരിൽ പൊട്ടിമുളച്ചെങ്കിലും അന്ന് ബാലകൃഷ്ണ സാറിനെ ഗണേശന് നല്ല പേടിയുണ്ടായിരുന്നതിനാൽ ആ ഗോസിപ്പ്, വാസ്തവത്തിൽ ഗോസിപ്പല്ല, ശരിയായ കാര്യം തന്നെ, പിന്നെ വളർന്നില്ല. അതിനുശേഷം അധികം ഗോസിപ്പുകളിലൊന്നും ഗണേശൻ ചെന്ന് വീണിട്ടില്ല. നല്ല സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന ശ്രീകുമാരൻ തമ്പിയുടെ സെറ്റിൽ, അക്ഷയപാത്രം എന്ന് പറഞ്ഞ സെറ്റിൽ ഗണേശൻ്റെ പൊല്ലാപ്പ് കാരണം റേറ്റിങ്ങിൽ 1ാമത് പോയിക്കൊണ്ടിരുന്ന അക്ഷയപാത്രം തമ്പി സാറ് വെള്ളിയാഴ്ച പിടിച്ചങ്ങ് നിർത്തി. ബുധനാഴ്ച ചൊവ്വാഴ്ച എന്താണ് ഈ പ്രശ്നം നടന്നത്. മാധവനെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ച വരെ ഉള്ളൂ കേട്ടോ അക്ഷയപാത്രം, എൻ്റെ അത്രേ ഷൂട്ട് ചെയ്തതുള്ളൂ, ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. ഏഷ്യാനെറ്റിൻ്റെ ഹെഡായ മാധവൻ തിരിച്ച് തമ്പി സാറിനെ വിളിച്ച്, തമ്പി സാറേ, നന്നായി പോകുന്ന പരമ്പര നിർത്തി ഞങ്ങളെ ദുരിതത്തിലാക്കരുത്. കാരണം ഒരു പുതിയ പരമ്പര തുടങ്ങണമെങ്കിൽ മിനിമം 1 മാസമെങ്കിലും വേണ്ടേ. ഇവർ തയ്യാറെടുത്തിട്ടില്ല. കാരണം ഇത് ഹിറ്റായി പോവില്ല, അടുത്ത 2-3 വർഷം പോകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. നായകനെ മാറ്റിയിട്ട് ആ സീരിയൽ തുടങ്ങും സാറേ എന്ന് മാധവൻ പറഞ്ഞിട്ടും തമ്പി സാറ് അക്ഷയപാത്രം നിർത്തിക്കളഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ തമ്പി സാറിൻ്റെ കണ്ണിലെ കരടാണ് ഗണേശൻ. അങ്ങനെ കാണും അദ്ദേഹം. എൻ്റെ നല്ല സുഹൃത്താണ് ഗണേശൻ. ഒരു അമ്മാവൻ വിളിക്കുന്ന സ്നേഹ വാത്സല്യത്തോടെയാണ് എൻ്റെ മോനെ ഭരതേ എന്ന് ഗണേശൻ വിളിക്കുന്നത്. അവനും അത് ഇഷ്ടമാണ് കേൾക്കാൻ. ഞങ്ങൾ തമ്മിലും കൈമാറാത്ത രഹസ്യങ്ങളൊന്നുമില്ല. അത്രയും നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. ആദ്യ വിവാഹം കഴിഞ്ഞ് ഡോക്ടർ യാമിനിയുമായി ഗണേശൻ വരുന്നത് ജേസി സാറിൻ്റെ കുതിരകൾ എന്ന പരമ്പരയുടെ സെറ്റിലേക്കാണ്. അന്നു മുതൽ ഗണേശനുമായി പിരിയുന്നതുവരെയും യാമിനി എൻ്റെ നല്ല പരിചയക്കാരിയായിരുന്നു. പിരിഞ്ഞ ശേഷം യാമിനിയെ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ മാറിക്കളയും. കാരണം അവരെ മനസ്സിൽ തോന്നും, എൻ്റെ കെട്ടിയോനായിരുന്ന ആ കൂതറയുടെ കൂട്ടുകാരൻ എവനും കൂതറായിരിക്കും എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ മാറിക്കളയും. ഗണേശനേക്കാൾ സ്നേഹിച്ചതും ദയാകടാക്ഷങ്ങൾ കാട്ടിയത് ബാലകൃഷ്ണ സാർ യാമിനിയോടായിരുന്നു. ഗണേശനേക്കാൾ ദയാകടാക്ഷം യാമിനിയോടായിരുന്നു ബാലകൃഷ്ണ സാറിന്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ബാലകൃഷ്ണ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചപ്പോൾ വാളകം വരെ പോയിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് ഫോൺ ചെയ്യാനുള്ള മര്യാദ പോലും ഗണേശൻ കാണിച്ചില്ല. എൻ്റെ അടുത്ത സുഹൃത്തായ ഗണേശൻ കാണിച്ചില്ല. എൻ്റെ വീട്ടിൽ വരണ്ട, ഒന്നും വിളിക്കാമല്ലോ, വിളിച്ചില്ല. പക്ഷേ ഗണേശൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാൻ പോയി വാളകം വരെ. അത് ബാലകൃഷ്ണ സാറ് യാമിനിയോട് കാണിച്ച ബഹുമാനം കൊണ്ടാണ് ഞാൻ സത്യത്തിൽ പോയത്. സംഘടനാ വൈഭവത്തിൽ ഉണ്ണികൃഷ്ണനോ ഇന്നസെൻ്റോ ഒന്നും ഗണേശൻ്റെ 7 അയലത്ത് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായം കൊണ്ടാണെങ്കിൽ ഗണേശൻ ഇവരെക്കാൾ ഇളയതുമാണ്. ഏതു കാര്യവും പരിഹരിക്കാൻ ഗണേശനെ കൊണ്ട് കഴിയും. ഏത് സംഘടനയുടെ കാര്യമായാലും ഇവർക്കുള്ളതിനേക്കാൾ മിടുക്കുണ്ട്. ജീവിതത്തിൽ അച്ഛനുമായി, അമ്മയുമായി, സഹോദരിയുമായി, ഭാര്യമാരുമായി എന്നും VD സതീശനേക്കാൾ മോശം പ്രതിപക്ഷ നേതാവായിരുന്നു ഗണേശൻ. ഇത് ഞാൻ സത്യസന്ധമായി പറയാം. ഗണേശ് ഈ ഏറ്റവും മോശപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു കേട്ടോ VD സതീശയല്ലേ. നുണ മാത്രം, വാ തുറന്ന കള്ളം മാത്രം പറയുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. ഇയാളൊക്കെ പ്രതിപക്ഷ നേതാവായി ആ സീറ്റിലിരുന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് പേരെ, K. കരുണാകരൻ സാറടക്കം ഒരുപാട് പേരുടെ മഹത്വം മനസ്സിലായത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഭാര്യയോടും എല്ലാം, ഭാര്യമാരോടും എല്ലാം സതീശനേക്കാൾ മോശം പ്രതിപക്ഷ നേതാവായിരുന്നു ഗണേശൻ. ഇവരോടൊക്കെ ഒരുതരം സാഡിസം കാണിക്കുന്നത് പോലെ പെരുമാറും. അതെന്താണെന്ന് എനിക്ക് കുട്ടിക്കാലത്തെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് ഗണേശൻ്റെ പുക കാണാനിരുന്ന പെങ്ങൾ എന്നെ വിളിച്ചു.
1 മണിക്കൂറിലധികം എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ് ഞാൻ. പിന്നെ ഒരു അനിയനെ പോലെ ഞാൻ ക്ഷമിച്ചു എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. കേസ് കൊടുക്കാതിരിക്കണ്ട, കൊടുത്തോളൂ, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞു. ഞാൻ ന്യായമേ പറയും, ന്യായമായതേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ആ ചേച്ചിയോട് ഞാൻ വ്യക്തമായി പറഞ്ഞു. അവർ പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുഖം എൻ്റെ അനുജനുണ്ട് എന്നാണ്. ഓർമ്മയില്ലാതെ കിടന്ന അച്ഛനെ കൊണ്ട് കള്ള ഒസ്യത്തുണ്ടാക്കി എന്നതടക്കം കുറേ പരാതിക്കെട്ടുകൾ അവരയച്ചിട്ടു. ഓർമ്മയില്ലാതെ കിടന്നത് ആരാ എന്ന് ഞാൻ ചോദിച്ചു. ആർ ബാലകൃഷ്ണപിള്ള ഒന്നുകൂടി ജനിക്കണം, ഗണേശന് കള്ള ഒപ്പിടാനെന്നൊക്കെ ഞാനും ആവശ്യമില്ലാത്ത കുടുംബകാര്യങ്ങളിലൊക്കെ കയറി സംസാരിച്ചു. അടുത്തിടെ അവരൊരു ദീർഘ അഭിമുഖം മലയാളി വാർത്ത എന്ന യൂട്യൂബ് ചാനലിലെ സോയ്മോനോട് നടത്തി. എനിക്ക് സോയ്മോനെ നല്ല പരിചയമുണ്ട്, വിളിച്ച് സംസാരിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. നിയമസഭ ഇലക്ഷൻ അടുക്കുന്ന സമയമാണ്. ഗണേശനെ ടാർഗറ്റ് ചെയ്ത് കൊടുത്ത അഭിമുഖമാണത്. അതായത് ഗണേശ ഒരു അപ്പോഴപ്പോഴാ പുട്ടിന് പീരീഡ് പോലെ പറയുന്നുണ്ട്, അവനൊന്നുമില്ലെങ്കിൽ എൻ്റെ സഹോദരനല്ലേ, പത്തനാപുരത്ത് പോയി ഞാൻ അവനെതിരെ എങ്ങനെ മത്സരിക്കും, എൻ്റെ സഹോദരനല്ലേ. അവർക്ക് വ്യക്തമായിട്ട് അറിയാം 8-4 തോറ്റു പോകുന്നു, അതാണ് മത്സരിക്കാത്തത്. അല്ലെങ്കിൽ അവർ മത്സരിച്ചനെ, ചാമക്കാലയ്ക്ക് വരെ അവർ നിന്നനെ. പക്ഷേ 8-4 തോക്കുമെന്ന് അവർക്കറിയാം. അതിന് വരെ അവർ പറയണം എൻ്റെ സഹോദരനല്ലേ, അവനെതിരെ ഞാനെങ്ങനെ മത്സരിക്കുമെന്നൊക്കെ ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ സഹോദരനാണ്. എന്നിട്ട് അവൻ തൊലഞ്ഞുകൊണ്ട് പോണേ, കട്ട പോകാണെന്നാണ് പറയണം ബാക്കി കാര്യങ്ങൾ. അതിനൊരു മറുപടി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കുറിപ്പെല്ലാം എടുത്തു വച്ചു. അത് കഴിയുമ്പോഴാണ് നമ്മുടെ മറുനാടൻ ഷാജൻ ദീർഘ സമയമെടുത്ത് ഒരു വലിയ ഇൻ്റർവ്യൂ ഗണേശനെ നടത്തിയത്. ആ ഇതിൽ ഗണേശനും അതെ ഷാജനും അതെ നല്ല ആസ്വദിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഷാജൻ അപൂർവമായി ചിരിക്കുന്നതൊക്കെ കണ്ട അഭിമുഖത്തിൽ കണ്ടത് ഗണേശനോടൊപ്പമുള്ള ഇൻ്റർവ്യൂവിലായിരുന്നു. ഗണേശനും ഒരുപാട് തമാശകൾ പറഞ്ഞു. സുരേഷ് ഗോപിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ തലതല്ലി ചിരിക്കും നമ്മൾ. ഷാജൻ തലകുത്തി ചിരിക്കുന്നതായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഞാനൊരു കുറിപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ 2 എപ്പിസോഡും ചെയ്യണം എന്ന് തീരുമാനിച്ചതാണ്. ഈ വിവാദം ഉണ്ടായപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ 2 ചെയ്യണ്ട. കാരണം നമ്മൾ ഗണേശനെ വെളുപ്പിക്കാനാണ് ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഗണേശൻ്റെ ചിലവിലാണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഗണേശനെ കൊണ്ട് എന്തോ ഔദാര്യം പറ്റി ജീവിക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷം പിടിക്കുന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാനത് 2ഉം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ പറയാൻ വന്നത് വഴിമാറിപ്പോയി. അമ്മയുടെ തുടക്കത്തിനും ശക്തമാക്കുന്നതിനും ഗണേശൻ വഹിച്ച പങ്ക് ചെറുതല്ല. മലയാളം സീരിയൽ നടീനടന്മാരുടെ സംഘടന ആത്മ തുടങ്ങിയതും ഇപ്പോഴും മന്ത്രിയായ ശേഷവും അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നതും ഗണേശനാണ്. ആത്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ഹോട്ടൽ SP ഗ്രാൻഡിൽ വർഷാവർഷം നടക്കുമല്ലോ, അവിടെ ചെന്ന് നോക്കണം. ഗോപസ്ത്രീകളെപ്പോലെ സീരിയൽ നടികൾ ഗണേശനെ പൊതിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പോഴെനിക്ക് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സിനിമയുടെ 50ാം ദിവസം തിരുവനന്തപുരം MB തിയേറ്ററിൽ ആഘോഷിച്ച ആ സന്ധ്യ എനിക്ക് ഓർമ്മ വരും. പ്രേം നസീർ, ജയൻ, ജയഭാരതി, ഉണ്ണിമേരി ഒക്കെ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷനിൽ. കാഴ്ചക്കാരനായി സിനിമ സ്വപ്നം കൊണ്ട് തുടങ്ങാത്ത കാലത്ത്, പഠിക്കുന്ന കാലത്ത് എൻ്റെ മാമൻ അവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്കും അവിടെ പത്രക്കാരുടെ സീറ്റിൽ കൊണ്ടുവന്ന് മാമൻ കൊണ്ടിരുത്തി എന്നെ. അതിൽ തെക്കുറിശിക്ക് നമ്മുടെ മഹാനായ തെക്കുറിശി മാമന് പ്രസംഗിക്കാനുള്ള ഊഴം വന്നു. അറിയാമല്ലോ, പ്രാസവിപ്പിച്ചുള്ള അശ്ലീലമെന്ന് തോന്നിക്കാത്ത അദ്ദേഹത്തിൻ്റെ സംസാരം. എൻ്റെ ഇടത്തും വലത്തുമായി ഇങ്ങനെ കാണിച്ചു. എൻ്റെ ഇടത്തും വലത്തുമായി 2 ചുണക്കുട്ടന്മാരായ നായകന്മാർ ഇരിക്കുന്നു, നസീറും ജയനും. ഞാൻ 1916 ഒക്ടോബർ 16 ജനിച്ചത്. നസീർ 1926 ഏപ്രിൽ 7 ജനിച്ചു. 10 വയസ്സിൻ്റെ വ്യത്യാസം. വല്ല ഫലവും ഉണ്ടോ എനിക്ക് എന്നാണ് തെക്കുറിശിക്കാട്, വല്ല ഫലവും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ദിവസം 3 കാൾ ഷീറ്റ് പ്രേം നസീർ കൊടുക്കും. 3 പടങ്ങളിൽ അഭിനയിക്കും. നമ്മളെ ജയനും ഇപ്പോൾ ഏതാണ്ട് 3 കാൾ ഷീറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, രാവിലത്തെ കാൾ ഷീറ്റിൽ അഭിനയിക്കുന്ന പടത്തിൽ ഷീലയായിരിക്കും നായിക. ഉച്ചവരെ അവരുമായി കെട്ടിമറിയും നസീർ. ഊണും കഴിച്ചിട്ട് അടുത്ത സെറ്റിൽ ചെല്ലും. അവിടെ ഭാരതിയാകും നായിക. സന്ധ്യ വരെ, ഭാരതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജയഭാരതി. സന്ധ്യ വരെ ജയഭാരതിയെ കെട്ടിപ്പിടിച്ചും ഉമ്മമ്മച്ചും കെട്ടിമറിയും. സന്ധ്യ മുതൽ രാത്രി ഒരു 10 മണി വരെ 3ാമത്തെ കാൾ ഷീറ്റുള്ള സെറ്റിലായിരിക്കും. ശ്രീവിദ്യയോ ഇരിക്കുന്ന ഉണ്ണിമേരിയോ ഒക്കെയാവും
അവിടെ കെട്ടിമറിയാൻ. ചുമ്മാതല്ല പ്രേം നസീറിൻ്റെ മുഖത്തും ശരീരത്തിലും ചെറുപ്പം വിളയാടി നിൽക്കുന്നത്. യവനും ഇങ്ങനെ ആര് ജയ സീമ ഭാരതി ബിദുബാല ഭവാനി പോരേ എന്നാണ് ചോദിച്ചത്. എനിക്കോ എന്നേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള ആറന്മുള പൊന്നമ്മ ചേച്ചിയായിരിക്കും എൻ്റെ ഭാര്യ. അവർ മിക്കവാറും എൻ്റെ നെഞ്ചിൽ പിടിക്കുന്നത് ഞാൻ വടിയായി കിടക്കുമ്പോഴായിരിക്കും, മരിച്ചു കിടക്കുന്ന സീനിലായിരിക്കും എന്നാണ് പറയുന്നത്. പോയോ പോയോ എന്ന് ചോദിച്ചവർ എൻ്റെ നെഞ്ചിലിടിക്കും. ശവമായി കിടക്കുന്നതിനാൽ എനിക്ക് അനങ്ങാൻ പറ്റുമോ? ജനം ആർത്ത് ചിരിച്ചു. പ്രേം നസീറിൻ്റെ ചമ്മലും ജയേട്ടൻ്റെ ഒരു പ്രത്യേകതര ചിരിയും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ നിൽപ്പുണ്ട്. ആത്മാ ജനറൽ ബോഡി നടക്കുന്നിടത്ത് മന്ത്രിയാണെന്ന പ്രോട്ടോക്കോൾ ഒന്നുമില്ല. 2 ഡസൻ തരണീമണികൾ ഗണേശൻ്റെ ചുമലിൽ താങ്ങി കിടക്കുമ്പോഴൊക്കെ എനിക്ക് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ ആഘോഷവും തെക്കൃശിമാവൻ്റെ പ്രസംഗവും ഓർക്കാറുണ്ട്. പിന്നെയും പറയാൻ വന്ന വിഷയം വഴിമാറി. ഗണേശൻ ഇലക്ഷന് നിൽക്കുമ്പോൾ 2-3 കാറ് പിടിച്ച് ആത്മയിൽ നിന്നും കുറേ എണ്ണം പത്തനാപുരത്ത് പോവും. 4 നല്ല മഹത്വം ഗണേശനെ പറ്റി റോഡിൽ നിന്ന് പ്രസംഗിക്കും, ഇങ്ങ് പോരും. എന്നാൽ ഗണേശനൊരു പ്രശ്നം വന്നാൽ ഇവരെല്ലാം വായില്ലാ കുന്നിൽ അപ്പന്മാരാവും. മെയിൻ എർത്തായ പൂജപ്പര രാധാകൃഷ്ണൻ പോലും മൗനി ബാബ ആയിക്കളയും. ഒരൊറ്റ എണ്ണം കമാന്നൊരക്ഷരം ഗണേശനെ തെറി വിളിക്കുന്നവർക്കെതിരെ പറയില്ല. ഇപ്പോൾ ഗണേശനും 2ാം ഭാര്യയുമായി തെറ്റി. അവർ ആരോ ഒറ്റുകൊടുത്ത വാർത്ത അറിഞ്ഞ് ഗണേശന് അച്ഛൻ കൊടുത്ത വാളകത്തെ തറവാട്ട് വീട്ടിൽ ചെല്ലുന്നു. കാണാൻ പാടില്ലാത്തതെന്തോ നേരിൽ കണ്ടു. അത് 4K റെസൊല്യൂഷനുള്ള ഫോണിൽ അങ്ങ് പകർത്തി. അതൊരു ലേഡി ഡോക്ടറായിരുന്നു എന്ന് പറയുന്നു. അവളായിരുന്നു ഇവളായിരുന്നു ഒക്കെ എന്നൊക്കെയുള്ള വാർത്തകളും പറക്കുന്നുണ്ട്. അവളായാലും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഓർക്കേണ്ടത് അതൊരു മന്ത്രിമന്ദിരമല്ല, ബലാത്സംഗമല്ല, പീഡനമല്ല, കാശ് കൊടുത്തിട്ടുള്ള വ്യഭിചാരമല്ല. അയാളുടെ അച്ഛൻ അയാൾക്ക് കൊടുത്ത വീട്ടിൽ അയാളുണ്ടെന്ന് അറിഞ്ഞു വന്ന ഇയാളുമായ എന്തോ ബന്ധം. സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുന്നു, പ്രായപൂർത്തിയായ 2 പേർ, ഒരാണും ഒരു പെണ്ണും, പരസ്പര സമ്മതപ്രകാരം ഒരു മുറിയിൽ ഒന്നിച്ച് ശയിച്ചാൽ തെറ്റില്ല. കല്യാണം കഴിച്ചവനാണെങ്കിലും കല്യാണം കഴിച്ചവളാണെങ്കിലും നിയമം പാടില്ല എന്ന് പറയുന്നില്ല എന്നും സുപ്രീം കോടതി പറയുന്നു. ഡോക്ടറല്ല ഏതവളായാലും കൂടെയുള്ളപ്പോൾ അയാളൊരു ജനപ്രിയ നേതാവും ജനപ്രിയ മന്ത്രിയുമാകുമ്പോൾ, തിരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന വേള കൂടിയാകുമ്പോൾ, ഗണേശൻ്റെ പുക കാണാൻ കൊതിക്കുന്ന ചാമക്കാലമാർ 1000 കണ്ണുകളുമായി നടക്കുമ്പോൾ, പൊതുവെ മദ്യപിക്കാത്ത പുകവലിക്കാത്ത എന്നാൽ ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്ന് ശത്രുക്കൾ മാത്രമല്ല അടുത്ത മിത്രങ്ങൾ പോലും പറയുന്ന ഗണേശൻ ഗേറ്റ് അടയ്ക്കാതെ, മുൻവാതിലടയ്ക്കാതെ, ബെഡ്റൂം കുറ്റിയിടാതെ ഒരുമളുമായി സഹശയനം നടത്തും എന്നാണ് പറയുന്നതെങ്കിൽ, എന്നാണ് ചെയ്തതെങ്കിൽ ഇയാൾക്കെന്തോ നല്ല പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയും. പെന്തക്കോസ്ത് പാസ്റ്ററൊന്നും പ്രാർത്ഥിച്ചാൽ ആ നൊസ് പോകില്ല. നല്ല സൈക്കാട്രിസ്റ്റിനെ തന്നെ എനിക്ക് കാണിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ശത്രുക്കളുടെ മേലൊരു വിജയം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിക്കും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രിയ സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേ, ഇയാൾ മന്ത്രിയായതുകൊണ്ട് പോലീസുകാർ വെളിയിലുണ്ട്, ഗൺമാൻമാർ, ഇയാളുടെ ഡ്രൈവറുണ്ട്, PA ഉണ്ട്, മറ്റവുണ്ട് മറിച്ചവുണ്ട്, എല്ലാം പുറത്തിരിക്കുമ്പോൾ ഗേറ്റ് അടയ്ക്കാതിരിക്കുമോ? കുറ്റിയിടാതിരിക്കുമോ? ഇയാളുടെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അടയ്ക്കാതിരിക്കുമോ? ഇയാളുടെ ബെഡ്റൂമിൽ കുറ്റിയിടാതിരിക്കുമോ? അവിടെ പുറത്തുനിന്ന് ഭാര്യയാവട്ടെ വന്നിറങ്ങി ഗേറ്റ് തുറന്ന് നടക്കുന്ന വാതിലൂടെ അകത്ത് കയറി ബെഡ്റൂമിലെ വിശാലമായി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സഹശയനം നടത്തുന്നത് 4K റെസൊല്യൂഷൻ വെച്ച് പകർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയും. പത്തനാപുരത്തെ വീട്ടിലോ 2ാം ഭാര്യയുടെ വീട്ടിലോ നിന്ന്
മന്ത്രിയുടെ യാത്രകൾ, റൂട്ട്, സമയമൊക്കെ എങ്ങനെ ഭാര്യയ്ക്ക് ലഭിക്കുന്നു? തൻ്റെ ഇത്തരം വിവരങ്ങൾ തൻ്റെ കൂടെയുള്ള വിശ്വസ്തരിൽ നിന്നും ചോർന്നു എങ്കിൽ ഗണേശൻ സൂക്ഷിക്കണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കിട്ടി? വേഗം വരൂ, ഒരു ലേഡി ഡോക്ടർ വന്നിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടില്ല, ബെഡ്റൂം തുറന്നു കിടക്കുന്നു, ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഞങ്ങളിവിടെ ഗൺമാൻ അടക്കമുള്ള ഞങ്ങളെല്ലാം കൂടെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ലൈവ് വ്യഭിചാരം കണ്ടുകൊണ്ടിരിക്കുന്നു പറയുമോ? എങ്ങനെയാണ് ഈ രണ്ടാം ഭാര്യ ആ വീട്ടിലെത്തിയതെന്ന് ഗണേശൻ അന്വേഷിക്കണം. ഇന്ന് രാവിലെ ഞാൻ ടി വിയിൽ വാർത്ത നോക്കുമ്പോൾ നമ്മുടെ മൊട്ട അരുൺ കമൻറ്ററി പറയുകയാണ്, മന്ത്രി വാളകത്തെ വീട്ടിൽ നിന്നും തിരിക്കാൻ പോകുന്നു. അപ്പോൾ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഗണേശൻ കൈയൊക്കെ മടക്കി വെച്ച് പുറത്തിറങ്ങുന്ന ആർക്കൊക്കെ എന്തോ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ വാഹനം കിളിമാനൂർ എത്താറായി, കിളിമാനൂർ കടന്നു കഴിഞ്ഞു കേട്ടോ. ഇവിടെ എങ്ങും ആയില്ലേ തടയാൻ? അതായത് കമൻറ്ററി പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നടത്തി എടാ, നീയൊക്കെ ചീമുട്ടയൊക്കെ എടുത്ത് കല്ലുമൊക്കെ എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങടാ, ഇതാ വരുന്നു മന്ത്രി, ഇന്നടത്തി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ലൈവ്. പോലീസ് അകമ്പടിയിൽ വിശ്വാസമില്ലാത്ത ഗണേശൻ മുന്നിലും പിന്നിലും പോലീസ് എസ്കോട്ടോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടി വാങ്ങിക്കാൻ പോകുന്നവർ സൂക്ഷിച്ചോ, പോലീസുണ്ട് ഫ്രണ്ടിലും ബാക്കിലും എന്നാണ് പറയുന്നത്. തലസ്ഥാനത്ത് എത്തുമ്പോഴേക്കും പ്രതിഷേധക്കാർ എത്തുമായിരിക്കും എന്നൊക്കെയാണ് മൊട്ട ആശ്വാസത്തോടെ ലൈവിൽ പറയുന്നത്. ഏഷ്യാനെറ്റുകാരനാണെങ്കിൽ ആദ്യ ദിവസം തന്നെ രണ്ടാം ഭാര്യയെ നേരിട്ട് ചെന്നിട്ട് കമൻട്രി എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തു, മറ്റേ പടങ്ങളൊക്കെ എടുത്തു, അതൊക്കെ ഞങ്ങൾക്ക് തരാമോ? ഇല്ല, ഞാനത് മറ്റേ വീണയ്ക്ക് അയച്ചു കൊടുത്തു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് കഷ്ടമാണ് നമ്മുടെ പത്രക്കാരുടെ കാര്യം. രണ്ടാം ഭാര്യയെ നേരിട്ട് കണ്ട് ലൈവ് ചെയ്യുന്നു. പരാതിയൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. വിഷ്വലെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു എന്നാണ് ബിന്ദു പറയുന്നത്. രണ്ടാം ഭാര്യ വീണ ആ വിഷ്വൽ കൊണ്ടുവന്ന് അച്ഛനായ മുഖ്യമന്ത്രിക്ക് നൽകുമോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അച്ഛൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയില്ലേ ഗണേശൻ്റെ കുറച്ച് 4K റെസൊല്യൂഷനുള്ള നല്ല സീനുകൾ വന്നിട്ടുണ്ട്, അച്ഛാ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് ഒരു മോൾ കൊണ്ട് കൊടുക്കുമോ മുഖ്യമന്ത്രിക്ക്? എന്തിനാണ് ബിന്ദു ആ വഴി പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ബിന്ദു ആണെങ്കിൽ ഒരു പത്രപ്രവർത്തകയായിരുന്ന ആളാണ്. നിങ്ങളിങ്ങനെയാണോ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ബിന്ദുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ബിന്ദു ഒരു ഫസ്റ്റ് പാർട്ടിയെ വിളിച്ചു. ആരെയെന്നറിയോ? റിട്ടയർഡ് DGPയെ. പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു മൂലയിൽ നിന്നില്ലേ? ഡൽഹിയിൽ പ്രധാനമന്ത്രി എല്ലാ മെമ്പർമാരും കൗൺസിലർമാരും വരൂ, നമുക്ക് പൂങ്കാവനമാക്കാം തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ട്രെയിനിൽ കയറി പോയല്ലോ, അതിലും പോയില്ല, മൊത്തം എടുത്തടിച്ച് നിന്നല്ലോ. ഇപ്പം നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അവരവരുടെ ബന്ധുവാണെന്ന് പറയുന്നു. എന്തായാലും അവർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ അവരുടെ ഗൈഡ് ലൈനിലായിരുന്നോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ബിന്ദു ഒരു നിമിഷം ആലോചിക്കണമായിരുന്നു. അവരും അവരുടെ പാർട്ടിയും അത് രാഷ്ട്രീയമായി ഗണേശനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കോമൺ സെൻസ് ഇല്ലാതായോ ബിന്ദുവിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാസമ്പന്നയും ആളുകളോട് നല്ല ഇടപെടലുകളും ഉള്ള സ്ത്രീയാണ് ബിന്ദു. എനിക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ പത്തനാപുരത്തെ വീട്ടിൽ ചെന്നാൽ എന്ത് നല്ല പെരുമാറ്റം എന്നറിയാം. അധികം വർത്തമാനമില്ല, പക്ഷേ പ്ലീസിങ് ആയിട്ട് നമ്മളോട് സംസാരിക്കും. എന്ന് മാത്രമല്ല, ഗണേശൻ ആദ്യം കല്യാണം കഴിച്ചത് അവരെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ യാമിനിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ബിന്ദുവിനോട് പ്രേമമുണ്ടായിരുന്നു തോന്നുന്നു. അത്രയും ലവബിളായിരുന്നു അവർ രണ്ടുപേരും. ഞാൻ കാണുമ്പോൾ എവിടെ വെച്ചാണ് അവർക്കൊരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ബന്ധുക്കളായും രാഷ്ട്രീയക്കാരായും നൂറുകണക്കിന് ശത്രുക്കളുള്ള ആളാണ് ഗണേശൻ എന്ന് സ്നേഹത്തോടെ അയാളോടൊപ്പം ജീവിച്ച മന്ത്രി പത്നിക്ക് തോന്നണമായിരുന്നു എന്നാണ്. എടുത്ത് ചാടരുതായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ മാത്രം പോരാ, വിത്ത് കാളയെ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്ക് പരസ്ത്രീകൾ വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറയുകയായിരുന്നു മാന്യത ബിന്ദു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊരു ജെൻറ്റിൽ വുമണായേനെ. എന്നോട് ഒരിക്കൽ എന്തോ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ ഗണേശൻ വളരെ പോസിറ്റീവായിട്ട് എന്താ പറഞ്ഞു, ശാന്തികളെ ഞാനെല്ലാം വെച്ച് കെട്ടി കേട്ടോ, ദൈവഭയത്തോടെ ഇനിയുള്ള കാലം കഴിയണം എന്ന് ആത്മാർത്ഥതയോടെ എന്നോട് പറഞ്ഞ ആളാണ് ഗണേശൻ. ഞാനൊരു 100 സിനിമാക്കാരോടെങ്കിലും പറഞ്ഞു കേട്ടോ, ഗണേശൻ പഴയതുപോലെ ഒന്നുമില്ല കേട്ടോ, അയാൾ വഴിതെറ്റിയ ജീവിതമൊക്കെ മതിയാക്കി. അയാളിപ്പോൾ പെന്തക്കോസ്ത് ദൈവത്തിനെയൊക്കെ വിചാരിച്ച് അയാൾ വളരെ മാന്യനായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബന്ധപ്പെടൽ 3000 കഴിഞ്ഞോ എന്ന് ജോണി ലൂക്കോസ് ചോദിച്ച വീരശൂര പരാക്രമിയെയും വെട്ടി 1ാം സ്ഥാനം നേടാനായി പരക്കം പായുകയാണോ ഗണേശ നിങ്ങളെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മക്കൾ 2 പേരും ആൺകുട്ടികളാണ്, നല്ല ചെല്ലം പോലുള്ള 2 ആൺകുട്ടികൾ. അവർ വളർന്നു വരുന്നു. അവരുടെ അച്ഛൻ ഒരു വിത്തുകളായിരുന്നു എന്ന് പരസ്യപ്പെടുത്തുന്നത് അവർക്കെന്ത് സന്ദേശം നൽകും ഗണേശ? അതെങ്കിലും ഗണേശൻ ഓർക്കണമായിരുന്നു.
ഒരു വശത്ത് സുരേഷ് ഗോപിയും മറുവശത്ത് സതീശനും ഇതിനിടയിൽ കൂടി ഷാജഹാനെ പോലെ ലഗനും ഇല്ലാതെ നടക്കുന്ന കുറേ പേരും നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന നാടാണ് കേരളം. ആ ഒരു ബോധമെങ്കിലും ഗണേശന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? റിപ്പോർട്ടറിൻ്റെയും മാതൃഭൂമിയുടെയും സർവേയിൽ, ഇലക്ഷൻ സർവേയിൽ ഏറ്റവും കൂടുതൽ പേർ നല്ല മന്ത്രി എന്ന് മാർക്കിട്ട ദിവസം തന്നെ നിങ്ങൾ നാണം കെട്ടുപോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊന്നിച്ച് നീങ്ങണമെന്ന് നിങ്ങളുടെ അച്ഛൻ നിശ്ചലമായി കിടക്കുന്ന മുഖം കണ്ടിറങ്ങിയ പിണറായി പറഞ്ഞിട്ടും അനുജന് ചേച്ചി പണി തന്ന് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കായി മാത്രം മന്ത്രിസഭ അഴിച്ചു പണിഞ്ഞ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ ഇത്തരം ഗുണ്ടാമണ്ടികളിൽ നിന്ന് നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാൾ ഞാൻ ഇന്ന് ചിരിച്ച് തലചെല്ലിയത് എന്താണെന്ന് ചോദിച്ചാൽ, 3 പെൺകുട്ടികളെ നീ ഗർഭിണിയാകുമെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കും. അപ്പോൾ ഏത് പാവം പെൺകുട്ടികളും വീണുപോകും. കാരണം എൻ്റെ കാമുകൻ്റെ ഒരു ആത്മാർത്ഥം നോക്കൂ. എൻ്റെ ബീജത്തിൽ നിന്ന് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജന്മം കൊണ്ടാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, അല്ല നീ ഒരു മച്ചിയാണെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട എന്നൊരുത്തം പറയുമ്പോൾ ഏത് പെൺകുട്ടിയും കടന്നു കൊടുക്കും. അങ്ങനെ 3 പെൺകുട്ടികളെ ഗർഭിണിയാക്കിയതാണ് ഔദ്യോഗികമായി പുറത്തു വന്നത്. ഒരു 100 ഒരു വിത്തുകാളായിരിക്കാം ഈ ചെറുക്കൻ. ഒരു 100 കെ എസ് യുവിലുണ്ടായിരുന്ന കാലത്ത് കെ എസ് യുവിൻ്റെ എല്ലാ പിള്ളേരും ഒരുമാതിരിപ്പെട്ട ചുവള്ള പിള്ളേരെല്ലാം ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ ഒരു വിചിത്ര ഓഫർ വെച്ചവനാണല്ലോ ഈ തേങ്ങാക്കൂട്ടം എന്ന് പറഞ്ഞവൻ. ഗർഭിണിയായി കഴിഞ്ഞ് ചേട്ടാ ഞാൻ ഗർഭിണിയായി ചേട്ടാ, നമ്മുടെ കുഞ്ഞ് വളരുന്നു ചേട്ടാ ഉദരത്തിൽ എന്ന് പറയുമ്പോൾ അതെന്നാ ഒരു കാര്യം അതിനെ കൊണ്ട് അബോട്ടി. എന്താ ചേട്ടാ പറയണേ? നമ്മുടെ രക്തത്തിൽ വളർന്ന ആദ്യത്തെ കൺമണിയെ അബോട്ട് ചെയ്യാനോ? അബോട്ട് ചെയ്യണം, ഞാൻ ചെയ്യില്ല. നീ ചെയ്തില്ലെങ്കിൽ നിന്നെ 5 മിനിറ്റ് വേണ്ട എനിക്ക് നിന്നെ ചവിട്ടിക്കൂട്ടാൻ, നിന്നെ ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ഗാന്ധിജിയുടെ ചെറുമകൻ ആ ചെറ്റ വരെ ഇന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഗണേശനെ വിമർശിക്കുന്നു. ആലോചിക്കേ, ഈ വ്യഭിചാരം നടത്തി ജീവിക്കുന്നവർ സദാചാരം പറയുന്നത് പോലെ ലോക അലവലാതി നിന്നുകൊണ്ട് അതാണ് ഗണേശൻ്റെ പതനമെന്ന് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള അലവലാദികൾ പോലും ഗണേശനെ തെറി വിളിക്കുന്ന കാലമാണ്. അതിന് ഇട വരുത്തരുതായിരുന്നു ഗണേശൻ. ഗണേശ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വേദനയോടെ പറയുന്നത്, കീഴൂട്ട് രാമൻപിള്ളയെയും ബാലകൃഷ്ണപിള്ളയെയും പിണറായി വിജയനെയും 2 ആൺമക്കളെയും ഒന്നും നിങ്ങൾ ഓർക്കണ്ട. പക്ഷേ മന്നത്ത് പത്മനാഭനെയും ജി സുകുമാരൻ നായരെയും നിങ്ങൾ ഓർക്കണമായിരുന്നു. വരും കാലത്ത് NSSനെ നയിക്കാനുള്ള പ്രാപ്തിയുള്ളവനായിരുന്നു നിങ്ങൾ. സുകുമാരൻ നായർക്ക് ശേഷം ചിലപ്പോൾ അദ്ദേഹം NSSനെ നയിക്കേണ്ടത് ഗണേശനാണെന്ന് മനസ്സിൽ കുറിച്ചിരിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. മന്നത്ത് അപ്പുവിൻ്റെ പിൻഗാമി നല്ലൊരു പെണ്ണുപിടിയനും ഭാര്യയുടെ തല്ലു വാങ്ങുന്നവനും അത് പരസ്യമായി പരസ്യപ്പെടുത്തുന്നവനും വാതിലടയ്ക്കാതെ ഭാര്യയ്ക്ക് ലൈവായി ഷൂട്ട് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നവനുമാണെന്ന് പറയുന്നത് നായന്മാർക്ക് അപമാനമാണ്. ഗണേശ, നിങ്ങൾ ചെയ്തു കൂട്ടിയത് നായന്മാർക്ക് അപമാനമാണ്. നിങ്ങൾ കണ്ടില്ലേ, വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഒരുത്തൻ കണിച്ചുകുളങ്ങളിലിരുന്ന് ഗണേശനെ തെറി വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തതല്ലേ. ഫസ്റ്റ് പാർട്ടിയാണ് ഗണേശനെ തെറി വിളിക്കുന്നത് കണിച്ചുകുളങ്ങരയിരുന്നു. പോപ്പ് നമ്മുടെ മുഖ്യൻ കുമാരനാശാൻ്റെ മേളിലിരുത്തിയ സത്യസന്ധനായ ന്യായസ്ഥനായ ഗുരുവിൻ്റെ പാത അടുകിട വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന കണിച്ചുകുളങ്ങരയിലെ പോപ്പ് ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി, ഗണേശൻ അലവലാതിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇയാളെ മോൻ ഗൾഫിൽ പോയിട്ടേ ചട്ടിയിൽ ആകാനുള്ളതായിരുന്നു. യൂസഫ് അലി ബായിയെ പോലെ ഒരു ദൈവപുത്രൻ ഉണ്ടായിരുന്നതിനാൽ കബൂസ് തിന്ന് കിടക്കാതെ ഊരിപ്പോന്നു. എന്നിട്ട് യൂസഫ് അലി ബായിയുടെ മതത്തെ തെറി വിളിക്കുന്ന മഹാൻ, മലപ്പുറത്തുള്ളവന്മാരെല്ലാം മറ്റവന്മാരാണെന്ന് തെറി വിളിക്കുന്ന ഈ കടിച്ചുകുളങ്ങര പോപ്പ് എന്തൊക്കെയോ ഇന്ന് വിളിച്ചു പോകുന്നുണ്ട് ഗണേശനെതിരെ. ഇയാളൊക്കെ കഴുകൻ കണ്ണുകളുമായി ചുറ്റിനുമുണ്ടെന്ന ബോധം ഇനി എന്നാണ് ഗണേശ നിങ്ങൾക്കുണ്ടാകുന്നത്? ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാൻ തലസ്ഥാനത്തുണ്ടാകില്ല, എൻ്റെ നിയോജക മണ്ഡലത്തിലാകും ഫുൾ ടൈം എന്ന് താങ്കൾ എന്നോട് പറഞ്ഞപ്പോൾ എത്ര നല്ല MLA ആണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. സത്യമായിട്ട് ഒരു നല്ല മന്ത്രിയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കൂടെ ഇത്തരം നാറിയ കഥകൾ പറയിപ്പിക്കരുതായിരുന്നു ഗണേശൻ. അയാളെ നാറ്റാവുന്ന അത്ര നാച്ചിയിട്ട് ഇനി എല്ലാം അഴിച്ച കുടിച്ച ഒന്നേന്ന് പറഞ്ഞ പോലെ ബിന്ദു പറയാണ്, എനിക്ക് പരാതിയില്ല, ഒരു കുന്തുമില്ല, ഞാൻ പുള്ളി എന്നെ വിളിച്ച് ബിന്ദു എനിക്കൊരു കൈപ്പിഴ പറ്റിയടാ, കുറ്റിയിടാൻ മറന്നുപോയി, നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ വിളിയേ വേണ്ടി വന്നുള്ളൂ. ഇത് ഗണേശൻ 2 ദിവസം മുമ്പ് വിളിച്ചാൽ പോരായിരുന്നു. ഇതെല്ലാം വൈകി വരുന്നതാണ് ഗണേശ പ്രശ്നം. 2 ദിവസം മുമ്പ് വിളിച്ച് ബിന്ദു ഞാനൊരു മനുഷ്യനാണ്, എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്,
ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, അതിന് പകരം എനിക്ക് വേറൊരു വീക്ക്നെസ് ഉണ്ട്, ഞാൻ മാറ്റിയെടുക്കാം, ഇനി എൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല, ബിന്ദു അത് നാറ്റരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പുറത്ത് പോലും അറിയില്ലായിരുന്നു. ഞാൻ എന്റെ ഭാര്യകളെ കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളത് കൊണ്ടാണ് ഭാര്യയെ കൊണ്ടുവന്നത്. കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എന്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട്. ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും, ചേച്ചി ഒന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ വഴക്കായനെ, കൊണ്ടുവരായിരുന്നെങ്കിലും കുടുംബ വഴക്കായനെ. കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല, നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ, TV, ഇതെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞ് ലൈവും കുന്തും കുറച്ചപ്പുറം എല്ലാം പോയ ശേഷം ബിന്ദുവിനെ വിളിച്ച് മാപ്പ് പറഞ്ഞു. ബിന്ദു ഉടൻ തന്നെ അതാണ് ഒരു പെണ്ണിൻ്റെ മനസ്സ്. അവരപ്പം തന്നെ ക്ഷമിച്ച്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഇനിയും ഗണേശൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും എന്നാണ് അവർ പറയുന്നത്. അയാളെ അത്രയും നാറ്റിയിട്ട് ഇനി എല്ലാ ആഴ്ച കുടിച്ചാൽ ഒന്നേന്ന് പറഞ്ഞാൽ എന്ത് ഇനി സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഡാമേജ് വരുത്തിയ ഒരു ഭാര്യയെ വിശ്വസിച്ച് കൂടെ കിടത്താൻ മാത്രം പമ്പര വിഡ്ഢിയാണോ ഗണേശൻ? എന്തിനാണ് ബിന്ദു എടുത്തു ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് അച്ഛനില്ല, അമ്മയില്ല, വിശ്വസിക്കാവുന്ന സഹോദരനില്ല, സഹോദരിയില്ല, മക്കളുണ്ടെങ്കിൽ പോലും അവർ പിരിഞ്ഞു പോയ അമ്മയോടൊപ്പമാണ്. അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊക്കെ ആയിരിക്കും ഇയാളുടെ പ്രശ്നം. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നത്. അയാളിപ്പോൾ എനിക്ക് 5000 കാമുകിമാരുണ്ടെന്നൊക്കെ പറഞ്ഞതിൽ 5000 ഇല്ലെങ്കിലും ഒരു 500 ഉണ്ട്, ഗോപസ്ത്രീകളുണ്ട് അയാൾക്ക്. ഒരാളിനെയും അയാൾ പൈസ കൊടുത്തിട്ടല്ലല്ലോ വിളിച്ച് കിടത്തുന്നത്. ഒരാളുടെയും വീട്ടിൽ ചെല്ലാറുമില്ല അയാൾ, ഒരാളെയും പീഡിപ്പിക്കാറില്ല അയാൾ, ഒരാളെയും കൊണ്ട് ഡൈവേഴ്സ് ഗർഭഛിദ്രം നടത്താറുമില്ല. ആ പട ഉള്ളതാ കള്ളമെന്ന് പറഞ്ഞാൽ ഒരുത്തേക്ക് ഒരു കുട്ടിയെ കൊടുത്തെങ്കിൽ അതിന് അയാൾ ഇന്ന് വരെ നിഷേധിച്ചിട്ടുമില്ല. അയാൾ ഒരുപാട് കാര്യങ്ങളിൽ എനിക്കിഷ്ടമുള്ള ക്യാരക്ടറാണ് അയാൾ. അതൊന്നും ഞാൻ എന്തായാലും മറച്ചു വയ്ക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാനസിക സംഘർഷം ഉള്ളതുകൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെയൊക്കെ വഴിതെറ്റി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് തിരുത്തേണ്ടത് എന്ത് വന്നാലും ബിന്ദുവാണ്. വേദനിക്കുന്ന കോടീശ്വരനാണ് ഗണേശൻ. തെറ്റുകൾ പറ്റാത്തവരില്ല. സ്നേഹം കൊടുത്ത് ബിന്ദു അതിനെ തിരുത്തിയെടുക്കണം. ഇതിനേക്കാൾ അർമാദിച്ച ഒരു പാട്ടുകാരൻ തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ നല്ലൊരു കക്ഷിയുടെ കൈ ചെന്ന് ചാടിക്കൊടുത്ത്. ഇപ്പോൾ ഭാര്യ കൊണ്ട് നടക്കുന്നത് പോലെ ബിന്ദുവും നിഴലായി കൂടെ നടക്ക്. അയാളുടെ സ്വഭാവം മാറും എന്ന് ഉറപ്പാണ്. നല്ല മനുഷ്യനാണ് അയാൾ, നല്ല കാര്യശേഷിയുള്ള മന്ത്രിയുമാണ്. വേണമെങ്കിൽ ബിന്ദുവിന് ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഏതെങ്കിലും അങ്ങാടിക്കടയിൽ ചെന്നിട്ട് കടുക്കയുടെ കുരു വാങ്ങണം. കടുക്ക ചോദിച്ചാൽ മതി, കടുക്ക എന്ന് ചോദിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങളൊന്ന് നോക്കുമോ ഒരു കടുക്ക എന്തിനാണ്. കടുക്കയുടെ കുരു വാങ്ങിച്ച് നമ്മൾ രാമച്ചൊക്കെ ഇട്ട് വെള്ളം ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു കലം വെള്ളം ഉണ്ടാക്കണം കുടിക്കാനുള്ള. ഇയാൾക്ക് ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കടുക്ക വെള്ളം കൊടുക്കണം. അത് എപ്പോഴും തന്നെ കൊടുക്കാനുള്ള. വ്യാഴം, വെള്ളി, ശനി കൊടുത്താൽ മതി. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൊടുക്കുക, ആഴ്ചയും 3 ദിവസം. പിന്നെ അപ്പോൾ ഈ ശനി ഞായറും ഇയാൾ എവിടെ ഒറ്റയ്ക്ക് പോയാലും ഒരു പ്രശ്നവുമില്ല. ബാക്കി 4 ദിവസം സാധാരണ വെള്ളം കൊടുക്കുക. രാമച്ച വെള്ളമോ കരിങ്ങാലി വെള്ളമോ എന്തെങ്കിലും കൊടുക്കുക. കടുക്ക വെള്ളം വ്യാഴം, വെള്ളി, ശനി കൊടുക്കുക. ഇയാൾ നേരെയാവും. എന്തിനാണ് ഗണേശ, വച്ച് കെട്ടാറായില്ലേ, 3000ൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും മതിയാക്ക് ഗണേശ. ഇതൊക്കെ നിങ്ങളൊരു കേരളത്തിന് അസറ്റാണ്. നിങ്ങൾ നല്ല മന്ത്രിയാണെന്നേ. നിങ്ങളെ ഈ ഗവൺമെൻറ്റൊക്കെ മുഖത്ത് നിങ്ങളെങ്ങനെ നോക്കുമെന്നേ? ഈ നാറിയ പണിയൊക്കെ ചെയ്തിട്ട് ഭാര്യ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകണതൊക്കെ കണ്ടിട്ട് ആ ഗവൺമെൻറ് നിങ്ങളെ എത്ര വില വയ്ക്കും? ആ ഡ്രൈവർ എത്ര വില വയ്ക്കും? മനസ്സിലെങ്കിലും പറയും പുല്ലായി മന്ത്രി തേങ്ങാന്ന് പറഞ്ഞ് നടക്കണം. ഇവന് വേറെ പണിയില്ലേ? ഇവൻ ഈ കാണുന്ന വിത്തുകളെ പോലെ നടന്ന് കാണുന്ന കേരളത്തിൽ കാണുന്ന ചൊവ്വും നിരപ്പുള്ള എല്ലാം വന്ന് ചാടി തിന്നെന്ന് പറഞ്ഞ് ഇയാൾ വഴി തെറ്റാമോ എന്നൊക്കെ അവർ ആലോചിക്കില്ലേ ഗണേശ? ഇനിയെങ്കിലും ഒരു പുതിയ മനുഷ്യനായി ജീവിക്കൂ. അയാൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കൂ ബിന്ദു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കടുക്ക മറക്കണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.